പാമ്പിനെയാ പ്രിയ ഇറങ്ങി നോക്കിന്ന് പുല്ലിന്റെ ഇടക്കേണ്ടത് ചെറിയ ചെറിയ പണികൾ ഉണ്ടെങ്കിൽ മണിക്കൂട്ടിന് കൊടുക്കേണ്ടതാണ്. താങ്കൾ അടിപൊളിയായിട്ട് മേതുട്ടി എന്താ ആലോചിക്കുന്നത് പറ. മേതുട്ടി എന്തെല്ലോ ആലോചിക്കുന്നുണ്ട് ഇന്ന്. ഇന്ന് മൊത്തം നമ്മൾ ക്ലീൻ ആക്കൽ പരിപാടിയാണ് കേട്ടോടാ. അല്ല മേതുട്ടി, മേതുട്ടിന്റെ പിന്നെ റോസാപ്പൂ കാണിച്ചേരെ. അയ്യോ അത് മുള്ളാട്ടാ, ഞാൻ എൻ്റെ കൈ ഇതായിപ്പോയി. നീ പറിച്ചു അല്ലേ മേതുട്ടി? എടുത്ത് കാണിച്ചു തന്നൂടി. വെള്ള റോസാപ്പൂട്ടാ, പിങ്കും വെള്ളയും. എന്നാ എടുക്കുന്നേ മൈക്ക? എന്നാ ഇത് പിടിക്കും മൈക്ക് അച്ഛനെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടേ. ഓ നമ്മൾ മൊത്തം ക്ഷീണത്തിലല്ലത്. അമ്മ ഇവിടെ ക്ഷീണിച്ച് ഇവിടെ വന്നിരിക്കും ഇന്ന്. അമ്മേ എന്താന്നമ്മേ? ആ മൊത്തം അല്ല എന്നുവെച്ചാൽ ഒന്നാമത് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിൽ ഇവിടെ മൊത്തം ഒരു 2 മഴ 3 മഴ കിട്ടിക്കഴിഞ്ഞ ഉടനെ അപ്പാട് അല്ലേ ഒരാൾ ഈടുന്ന് പറിച്ച് ഇപ്പൊ ബുദ്ധിമുട്ട്. ഇതിപ്പോ ഒരു വാഴ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കൊത്തിയിട്ട വാഴ അല്ലെങ്കിൽ പൊരിഞ്ഞു വീണ വാഴയാ. എന്ത് വാഴയാലും എന്നിട്ട് അത് എങ്ങനെ കൊത്തിയിട്ട സാധനം പിന്നെ മുളക്കുന്ന സ്ഥലമാണ് ഇത് അല്ലേ? കൊത്തിയിട്ട നല്ലതല്ലേന്ന് പറയും ആൾക്കാർ. പക്ഷെ ഇത് കുറച്ച് കൂടുതലായി. അത് നീ ആ പൂവ് നശിപ്പിച്ചു അല്ലേ മേതുട്ടി? കൊല്ലല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫുള്ള് സെറ്റായതാണ്, സെറ്റാക്കി വെച്ചതാ ഇടാ. പുല്ലാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ എല്ലാം ഇവിടെ നമ്മളിപ്പോൾ ഒരുവിധം നമുക്ക് കഴിയുന്നത്രയെല്ലാം സെറ്റാക്കി. നമ്മളൊരു ചെക്കനെയും കൊണ്ടുവന്നിനി. അപ്പോൾ ഓൻ കുറച്ചെല്ലാം അത് ആ മുകളിലത്തെ ഭാഗമെല്ലാം ഓൻ അത്ര പോലെ ആക്കാനും പറ്റിയിട്ടില്ലോ. ആ ഒരു ഏരിയ വരെ ഓൻ ചെയ്തിട്ടുണ്ട്. ഓനെ കൊണ്ടുവന്നിട്ട് മണിയാണ് ടാങ്ക് ക്ലീൻ ആക്കിയത്. എനിക്ക് ഇത് എന്നിട്ട് പിന്നെ എൻ്റെ കയ്യിൽ അതെയാ. അങ്ങനെ നമ്മുടെ ഗാർഡൻ എല്ലാം ആകെ കൊളായിട്ടില്ലത് കേട്ടാ. അതിൻ്റെ മുകളിൽ കൂടെ ഈ മഴക്കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ ആകെ എങ്ങനെയാകുമ്പോൾ ഇത് ഫുള്ള് നോക്കിയാൽ പാമ്പിനെയാ. വെറുതെ കളവ് പറയല്ലേ മേതുട്ടി? അത് പാമ്പായിരിക്കൂല, അത്ര ചെറിയ പാമ്പായിരിക്കൂല. അതെയാ? എനിക്ക് പ്രിയ ഇറങ്ങി നോക്കിന്ന് പുല്ലിന്റെ ഇടക്കേണ്ടത്. അപ്പൊ അതിലൊരു പാമ്പിനെ കൊണ്ടുവന്ന മേതുട്ടി പറയുന്നത്. പാമ്പൊന്നും ആയിരിക്കാൻ എനിക്ക് സാധ്യതയില്ല. അതിപ്പോ അതെന്തോ ചെറിയ എന്തോ സാധനം കേട്ടോ. അത് പാമ്പൊന്നും ആവാൻ സാധ്യതയില്ല കേട്ടാ. എങ്ങനെ ഇല്ലില്ല, അച്ഛൻ അങ്ങോട്ട് വരില്ല. അപ്പൊ നമ്മളെ ഇതാ നോക്കിയാ നമ്മുടെ പുല്ലിന്റെ നമ്മുടെ ഗാർഡന്റെ ഇത് നോക്കിയപ്പോ അവസ്ഥ മൊത്തം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്നാ പറയല, ഈ ചാഞ്ഞു പോയിട്ടുണ്ടാവൂലേ ഈ വലിയ പുല്ലെല്ലാം. ഇത് കാറ്റ് വന്നു കഴിഞ്ഞാല് ചാഞ്ഞ പോലെ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് കേട്ടാ. എന്ന് വെച്ചാൽ ഇനി എനിക്ക് തോന്നുന്നു ഇനി വെള്ളം കയറി നശിക്കും തോന്നുന്നേരം. അധികം ഓവർ വെള്ളമായാലും ഇത് നശിക്കും. ഇതിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു എങ്ങനെയാന്ന് ഇതിനായിട്ട് ഇത് ചെയ്യല്, പരിചരിക്കല് പ്രിയ? പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഇതെല്ലാം ചാഞ്ഞിട്ടില്ലേ. ഇനിയിപ്പോ ഇത് നശിക്കുമോ എന്താണെന്ന് അറിയില്ല. അങ്ങനത്തെ അവസ്ഥയിലേ ഇല്ലത്. ഇതിന്റെ മുകളിൽ കൂടെ എനിക്ക് വീടെല്ലാം മറ്റേ പുല്ലും ഇതിന്റെ ഇടക്കെല്ലാം പുല്ലും മറ്റേ ആ മതിലിന്റെ ഇടക്കുന്ന വന്നേ എന്നാന്ന് മറ്റേ കാടുകളും എല്ലാം ഉണ്ട്. ഒന്നാമതേ അത് അപ്പൊ അങ്ങനെ അതിന്റെ ഇടയ്ക്ക് ഒരു റംബൂട്ടാൻ തൈ നമ്മള് വെച്ചു കൊടുത്തതാണ്. അതിപ്പോ ഒന്ന് എങ്ങനെയാ അത് വെച്ചത് കൊണ്ട് അത് നന്നാവോ ഇല്ലയോ എന്നല്ല അറിയില്ല. അതിനൊക്കെ അതിന് വളലിട്ട് കൊടുക്കണ്ടേ പ്രിയ? നമ്മൾ ആ സമയത്ത് അങ്ങ് വെച്ചു കൊടുത്തേ ഇല്ലല്ലോ അല്ലേ? ഒരു പ്ലാൻ ഇല്ലാണ്ട് അങ്ങ് മൊത്തം ഒരു പ്ലാൻ ഇല്ലാത്ത പരിപാടികളാണ് നമ്മളിവിടെ കാണിച്ചത്. ഇനിയിപ്പോ അത് ഒന്ന് എങ്ങനെയാണെന്ന് അറിയില്ല. അതിനിപ്പോ കുറച്ച് വളർന്നു വരുമ്പോ പുല്ലിന്റെ അടുക്കുന്ന എങ്ങനെയാണെന്ന് അറിയാം. അതിന് ചുറ്റും എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ ആടെ ചെറുനാരങ്ങാക്കെല്ലാം വെച്ചിട്ടുണ്ടല്ലേ അതേപോലെ
ഇഷ്ടിക വെച്ച് ഇഷ്ടിക കൊടുക്കണ്ടേ. വെച്ച് 2 സൈഡിൽ വെച്ചിട്ട് കുട്ടി എന്നാലേ വളവിടാൻ പറ്റൂലോ, അതാണ്. അതെ വളർന്നിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ചെക്കൻ റെഡി ആയിട്ടുണ്ടല്ലേ? അപ്പോൾ നമ്മളെ ഹിന്ദി ചെക്കൻ ഞാനിവിടെ ബ്ലോഗും പിടിച്ചിരിക്കുകയാണ്, വീഡിയോയും പിടിച്ച് ഇങ്ങനെ ചെയ്തുകൊണ്ട്. അമ്മേ ഓൻ കാത്തു നിൽക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്ന് മറ്റേ ഒരു ചെക്കനെ കൊണ്ടുവന്നിട്ട് പണിയെല്ലാം മണിക്കൂട്ടണം കേട്ടോ. ടാങ്കി വൃത്തിയാക്കലെല്ലാം ഒരു പുതിയ പണിക്കാരൻ വരുന്നുണ്ടേ, നമ്മളെ പുതിയ പണിക്കാരൻ. ടാങ്കി കൃത്യമായിട്ട് വൃത്തിയാക്കിനാ? നല്ല വൃത്തിയായില്ലേ? പൈസ തരും എന്താ നോക്കണ്ടോ? നിന്റെ പണി കണ്ടിട്ട് ആൾക്കാർ ഇപ്പൊ വിളിക്കാൻ തുടങ്ങി. അതെ, നരിക്കോട് പോയിട്ട് അതെ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇടും. പക്ഷെ നല്ല പണിക്കാരനാണ്. ആർക്കെങ്കിലും ടാങ്കി വൃത്തിയാക്കാനുണ്ടെങ്കിൽ ആ പീടിയെ പോവും, ടാങ്കി വൃത്തിയാക്കും. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ പണികൾ ഉണ്ടെങ്കിൽ മണിക്കൂട്ടിന് കൊടുക്കേണ്ടതാണ്. ടാങ്കിയെല്ലാം അടിപൊളിയായിട്ട് കരച്ചെത്തിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം അല്ലെ? എങ്ങനെയാ നിന്റെ ഫീസ്? എങ്ങനെയാണ് ഒരു ടാങ്കി വൃത്തിയാക്കി? എങ്ങനെയാണ് ഫീസ്? 300 രൂപ മതിയാ? 500 രൂപ എന്തൊക്കെ ഒന്ന് ഫിക്സ് ആക്കി 500 രൂപ ആക്കട്ടെ. കുറച്ച് അത്രയും പണി എനിക്ക് പോയിട്ട് ചിലവെല്ലാം വേണ്ടി. ഇപ്പൊ ചിലപ്പോൾ ദൂരെ കിട്ടുന്നുണ്ടെങ്കിലോ? ഇപ്പൊ എറണാകുളത്തെല്ലാം വിളിച്ചിട്ടുണ്ടെങ്കിൽ 500 രൂപ മുതലാ പോവാ. ലൊക്കാലിറ്റിയിലല്ലേ പോലും സ്ഥലം നോക്കിട്ട് നമ്മള് പൈസ തിരുവനന്തപുരം വരാൻ പറഞ്ഞെങ്കിൽ നമ്മളങ്ങനെ വരുന്നില്ല, വരും. പക്ഷെ പൈസ ചാർജ് കൂടും. ഞാൻ പറയാ തിരുവനന്തപുരം 5000, കാസർഗോഡ് 4000, കണ്ണൂര് നമുക്ക് ചെറിയ ലൊക്കാലിറ്റി ആയതുകൊണ്ട് കണ്ണൂരായോണ്ട് നമുക്ക് ഒരു 700 രൂപ വണ്ടി ചാർജും എല്ലാം കൂടിയിട്ട്. മേതൂട്ടി ഹെൽപ്പറായിട്ട് പോകുന്നുണ്ടാ ഏട്ടന്റെ ഒപ്പം? എനിക്ക് കിട്ടും ചോക്ലേറ്റ് എല്ലാം മേടിച്ചു തരുവാൻ പണി കഴിഞ്ഞ പാട്. അതെയാ? അച്ഛൻ കൊണ്ടാക്കാന്നാല് അപ്പൊ നിന്നെ വിളിക്കും ആൾക്കാർ. ഇപ്പൊ ഇത് കഴിഞ്ഞ് ഈ ബ്ലോഗ് കഴിഞ്ഞ പാട് എനിക്ക് കീർക്കിലെടുത്ത് എന്റെ കണ്ണു കുത്തുമല്ല. അച്ഛനായോണ്ട് ഞാൻ ഒരു 500 രൂപ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ പണീന്റെ കൂലി അല്ലേ? ഷവർമേൽ ഒതുക്കാന്ന് അച്ഛനായതുകൊണ്ട്. 60 രൂപയുടെ ബാഗിക്ക് ഞാൻ കഷ്ടപ്പെട്ട് 2 ദിവസം കൂടുന്ന കുളിക്കുന്ന മണിക്കൂട്ടിന് ഇന്ന് 2 ദിവസം ഇന്നൊരു കാര്യമുണ്ട്, മറ്റ് സോപ്പേറ്റ് വെള്ളം പോലും ഇക്കടി ഇന്നിപ്പോ ടാങ്കിലും മുങ്ങോണ്ട് പുളി നടന്നു. എനിക്ക് കൂലി വേണ്ട. പിന്നെ മൈക്കോളെ കൈമല്ലേ അതിപ്പോ എന്താ കര വച്ച പോയിട്ട് അച്ഛൻ കൊണ്ടാക്കിട്ട് വരുമ്പോ ചെയ്യേണ്ടത് അമ്മക്ക് ടെൻഷൻ ഓനാടെ നിക്കുന്നോണ്ട്. അല്ല ഓനെ ഞാൻ അങ്ങ് 15 വരെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഓനെ കൊണ്ടാക്കാമേ, ഓനാടെ കേട്ട് പയ്യന്നൂര് ഓനെ കൊണ്ടാക്കാം. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ ഓനെയും കൊണ്ടാക്കണം. ബാക്കി വിശേഷങ്ങൾ നിനക്കൊരു ഷവർമയിൽ ഒതുക്കാം. നീ വരുന്ന നമ്മളപ്പുറം അമ്മയും പോകുന്നുണ്ടോ? ഞാനും വരുന്നില്ല. ഇപ്പൊ പയ്യന്നൂർ എത്തിയല്ലേ? പയ്യന്നൂര് ഇതാ നാളെ പണിക്കാരനെ കൊണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് കുറച്ച് വൈകി പോയി. വൈകിട്ട് വരും ചെയ്തത്. വഴി മാറി ആദ്യമായിട്ട് വരുന്നത് അങ്ങോട്ട്. അപ്പൊ വഴിയെല്ലാം മാറി കുറച്ച് വൈകി ഇനി എത്താൻ വേണ്ടി. പണി കഴിഞ്ഞ വൈകിട്ടല്ല, നമ്മള് പിന്നെ നമ്മള് ഓലപ്പുറം കൂടി പിന്നെ നമ്മളെ പണി കഴിഞ്ഞാൽ വൈകി പോയി. നമ്മളെ പണി കുളിച്ചെല്ലാം കഴിഞ്ഞ് നമ്മള് വരുമ്പോഴേക്ക് അതെ സമയം കുറച്ച് വൈകി പോയി. അപ്പൊ നമ്മള് ഏതായാലും പയ്യന്നൂരൊക്കെ അവന്റെ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടാക്കാം. ഫസ്റ്റ് എന്തായാലും വഴിയും കാര്യങ്ങളൊന്നും അറിയാൻ ചാൻസ് ഇല്ല. പിന്നെ ഇവർക്ക് ഈ ഫുഡെല്ലാം ഉണ്ടാക്കേണ്ടിയായിരിക്കും എന്തായാലും. അതെ, അപ്പൊ പിന്നെ കുറെ നാള് പ്രവാസിയായിട്ട് നിന്നല്ലേ, അതിന്റെ വിഷമം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. നമ്മള് ഏതായാലും അവിടെ കൊണ്ടാക്കിയിട്ട് വരാന്ന്. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 ആളും വന്നിട്ടില്ല കേട്ടാ. മണിക്കൂട്ടിനും മേതൂട്ടി അവിടെ തന്നെ ഉണ്ട്. അമ്മമാരില്ലോണ്ട് ഹോംവർക്ക് ചെയ്യൊന്നും ചെയ്യില്ല. അത് വേറെ കാര്യം. ഹോംവർക്കല്ല ഇപ്പൊ ഞാൻ ഇവിടുന്ന് പോണ്ടി വരും, എന്നാലേ ചെയ്യൂലോ. ടി വി കാണും, അത്ര തന്നെ. तुम्हारा घर किधर है? पल्ली मुख है? पल्ली हाजी रोड है. अच्छा. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടാക്കിയ സ്ഥലമല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവന്റെ ഒരു പിന്നെ അതന്നെ റൂംമേറ്റ് തന്നെ ഒപ്പരം പണിയെടുക്കുന്ന ഒരു ചങ്ങായി ഞാൻ അതുപോലെ കൊണ്ടാക്കിയിട്ടുണ്ടായി. പാടി തന്നെയാണ്. അപ്പൊ എനിക്ക് വഴി അറിയാം. പള്ളി മുക്ക്. അയ്യോ നോക്കണം. അല്ലല്ല, അത് ഞാൻ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നുപോയി. അപ്പം പള്ളി മുക്ക് ഇവിടെ കുറച്ച് അടുത്താണ്. അതിന് ഉള്ളോട്ട് പോണേ, ഇങ്ങോട്ട് പോകണം. അപ്പൊ ഏതായാലും അവിടെ വരെ എന്നെ
ഡ്രോപ്പ് ചെയ്യാം അതെ. അല്ലേ. ഇന്ന് തന്നെ വലിയ മഴയില്ല അല്ലേ? ഇന്ന് അത് കഴിഞ്ഞ് ഉച്ചക്ക് രാവിലെ ചെറുങ്ങനെ ഒരു മഴ ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ഇല്ല മഴ ഉണ്ടായിട്ടില്ല. അയ്യോ ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ മറ്റേ ഇത് പിടിക്കുന്നത്. കൈക്ക് ഫുള്ള് പൊള്ളി വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പൂച്ച മുറിയനെ ചാടി പെട്ടെന്ന് പോയി രക്ഷപ്പെട്ടു. എനക്കും അത് അല്ല നമുക്ക് ഇങ്ങനെ നടുറൂട്ടുമ്പോ ഇങ്ങനെ ബ്രേക്ക് പിടിക്കാനും പറ്റൂല. ബാക്കില് വണ്ടി വരുന്നോണ്ട് അതിന് കിട്ടി അത് പോയി ഓടിപ്പോയിണ്ടായി. ഞാൻ വെച്ച് അതിന്റെ ഇടക്ക് വിട്ടു പെട്ടെന്ന് ഒരു ചാടല്ലേ. അതെ അതെ അതെ. സീബ്ര ലൈനും ആടാ. അയ്യോ അത് അറിഞ്ഞിട്ടേക്കും ചെലപ്പം നിങ്ങളാണ് ശ്രദ്ധിക്കാത്തത്. പൂച്ച കറക്റ്റ് ആണ്. സീബ്ര ലൈൻ അതല്ലേ മുന്നിലുണ്ടേ. അപ്പൊ നമ്മളേതായാലും ഇവനെ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് സാധനം കുറച്ച് സാധനം മണിക്കാനുണ്ട്. നല്ല മണിച്ചേറ്റി കാണാൻ. അതെ.